ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. നോർമലി ഞാൻ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ ഇടാറില്ല. എൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഞാനങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ ഇടാറില്ല. പക്ഷേ ഞാനിന്ന് യൂട്യൂബിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ തോന്നുന്നു. പക്ഷേ ഇത്തവണ ഞാനത് കണ്ടപ്പോൾ അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് കുറച്ച് ഇതായിട്ട് തോന്നി, അത് കുറച്ച് കൂടിയതുപോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, മേ ബി അമൽ പൂജ പറഞ്ഞിട്ട് രണ്ടുപേരുടെ അവരുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിനകത്ത് റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിനകത്ത് ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് അവർ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ കമൻസും വന്നിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല, അവർ ആ വീഡിയോൻ്റെ അകത്ത് കറക്റ്റ് സ്ഥലവും പോയിൻറ്റും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊല്ലം അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ അടുത്ത് ഏതൊരു സ്ഥലം അങ്ങനെ എന്തോന്ന് എനിക്ക് തോന്നുന്നത്, കാരണം എനിക്ക് ആ ഭാഗത്ത് ഇതായിട്ടറിയില്ല. ചിലപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണോ അതിൻ്റെ അടുത്താണോ എന്ന് തോന്നുന്നു ആ ഒരു സ്ഥലം. അപ്പോൾ ഇവർ കല്യാണത്തിന് മുമ്പ് ഈ അമലും പൂജയും കൂടെ ഒരു കുന്നിൻ്റെ മുകളിലോ ഒരു മലയുടെ മുകളിലോ മറ്റോ പോയൊരു വീഡിയോ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഏതൊരു പോലീസ് പിടിച്ചു, അങ്ങനെ വീട്ടുകാരറിഞ്ഞു എന്നൊക്കെയാണ് ഇവർ അതിനകത്ത് പറയുന്നത്. അപ്പോൾ അന്ന് അവർക്ക് ഈ സ്ഥലം കല്യാണം കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പം ഞങ്ങൾ പോവുകയാണെന്നൊക്കെയാണ് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, ആ വീഡിയോനകത്ത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, എനിക്ക് തോന്നുന്നു ഇവരാദ്യം ആ ഭാഗം പോയപ്പോൾ മേ ബി ആ കുട്ടി മൈനറോ മറ്റോ ആയിരിക്കും. ആ കുട്ടി അതിനകത്ത് പറയുന്നുണ്ട്, ആ കുട്ടിക്ക് 16 വയസ്സിലോ 17 വയസ്സിലോ മറ്റോ തോന്നുന്നു ആ കുട്ടി ആ മലയുടെ മുകളിൽ പോയിട്ടുള്ളത്. അപ്പം ആ സമയത്ത് ആ കുട്ടി മൈനറാണ്. അപ്പോൾ ഇങ്ങനെ അതും ആ കുന്നിൻ്റെ മുകളിൽ പോകുന്ന ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് പേടിയായി. കാരണം അതിനകത്ത് വെച്ച് എന്ത് സംഭവിച്ചാലും ആരും ഒന്നും അറിയില്ല, അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. നമ്മളിപ്പോൾ ആരുടെ ഒപ്പം പോവുകയാണെങ്കിലും എത്ര വിശ്വസ്തമായിട്ട് പോവുകയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടുകാരൊന്നുമല്ലല്ലോ, വേറൊരാളല്ല. അപ്പം നമ്മൾ എന്ത് ധൈര്യത്തിലാണ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളുടെ കൂടെ പോവുക. ഇപ്പോൾ ചിലപ്പോൾ മേ ബി അമ്മയിൽ നല്ലതായത് കാരണം ആ കുട്ടിക്ക് അത്ര നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ആ കുട്ടിക്ക് വേറൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവർ മാന്യമായി കല്യാണം കഴിച്ചു. പക്ഷേ ഇവരുടെ സ്ഥാനത്ത് വേറെ വല്ല ആൾക്കാരാണ് പോയതെന്ന് വെച്ചപ്പോൾ ഇവരിപ്പം നേരെ തിരിച്ചു വന്ന പോലെ ആ കുട്ടി ചിലപ്പോൾ തിരിച്ചു വരണമെന്നില്ല. കാരണം എന്തോ സംഭവിക്കാം അല്ലേ. അവിടെ ഇപ്പം ഇവർ പോകുന്ന സമയത്ത് അവിടെ വേറെയും ആൾക്കാരുണ്ടാവുമെന്നൊന്നും അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഡെയിലി ഇപ്പോൾ പേപ്പറിലാണെങ്കിലും നമ്മൾ ന്യൂസിലാണെങ്കിലും ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക എന്നാണ്. കാരണം ഇപ്പോൾ ആ കുട്ടി പോയ സമയത്ത് അതിനത്ര വലിയ ഏജില്ല, 16, 17 മറ്റേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ആ കുട്ടിക്കും വിവരം കുറച്ച് അത്ര ഒരു മെച്യൂർഡ് അല്ല ആ ഒരു ഏജിൽ. അപ്പം ആ പയ്യൻ വേണമായിരുന്നു, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ പയ്യന് മേ ബി 21, 22 ആയിരിക്കും. ആ പയ്യൻ വേണമായിരുന്നു അതിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. പക്ഷേ ഇതിലങ്ങ് പോയി, പോലീസ് പിടിച്ചു, വീട്ടുകാരറിഞ്ഞു, അവസാനം അങ്ങനെ കല്യാണം വരെ എത്തി എന്നൊക്കെ അവർ ഭയങ്കര എന്താ പറയുക ഒരു പ്രൗഡായിട്ടാണ് ആ വീഡിയോനകത്ത് അവർ പറയുന്നത്. എനിക്കങ്ങനെ മനസ്സിലായത്, പറയുന്നത് കേൾക്കുമ്പം എന്താ പറയുക, ഇതിപ്പോൾ ഈ വീഡിയോ അവരുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അവർക്കിത് കേൾക്കുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ അവരറിയുന്ന ആരെങ്കിലും, ഇപ്പോൾ അവരുടെ ഒപ്പം പഠിച്ച ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സോ അങ്ങനെ ആര് കാണുകയാണെങ്കിലും പരിചയക്കാരോ അവർക്ക് ഇവരോടുള്ള ഒരു ഇമ്പ്രഷനും കാര്യങ്ങളൊക്കെ അത് ഇതാവും, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണത്. അപ്പോൾ ഇവരുടെ വീഡിയോ എനിക്ക് തോന്നുന്നു അധികം കാണുന്നത് ഇതേപോലെ ഒരു ടീനേജ് പിള്ളേരായിരിക്കും, 18, 19 ആ ഒരു ഇതായിരിക്കും. അപ്പം ഇവരെ റോൾ മോഡൽസ് പോലെ കാണുന്ന കുറേ പേരുണ്ടാവുമായിരിക്കും ഈ ഒരു ഏജ് കാറ്റഗറിയിൽ. അപ്പം ഇവർ കറക്റ്റ് ആ വീഡിയോ ആ പോയിൻറ്റും ഏത് സ്ഥലമാണ് ഏത് കുന്നാണെന്നൊക്കെ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ആ കറക്റ്റ് പ്ലേസ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം അത് കണ്ടിട്ട് ആ ഒരു ഇൻസ്പിറേഷൻ പോലെ ഇവരെ പോലെ വേറെ ആൾക്കാർ അവിടെ പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരതിന് ആൻസറബിൾ അല്ലേ. കാരണം
ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇവർക്കൊന്നും സംഭവിച്ചില്ല വിചാരിച്ചിട്ട് വേറെ ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവരുടെ വീഡിയോയിൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു യങ് ജനറേഷനെ ഒരു മിസ്ലീഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവരുടെ ഇത് കണ്ടിട്ട് കുറേ പേര് മേ ബി ആ കുന്നും മലയും അന്വേഷിച്ച് പോവാം, ഇതേപോലെ റിലേഷനായിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ എന്തും സംഭവിക്കാം. ഇപ്പോൾ ഇവർക്ക് കുഴപ്പമുണ്ടായില്ല പറഞ്ഞിട്ട് മറ്റവർക്ക് കുഴപ്പം ഉണ്ടാവാതിരിക്കട്ടെ എന്നാലും. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവർ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പറയുക ഞങ്ങളിങ്ങനെ പോയി സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഇത് ഞങ്ങളെപ്പോലെ എല്ലാവരും അനുകരിക്കരുത്, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു മെസ്സേജ് പോലെ കൊടുക്കുക. അല്ലാണ്ട് ഇത് ഞങ്ങളുടെ ഒരു പ്രൗഡായിട്ടാണ് അന്ന് ഞങ്ങളിങ്ങനെ ആയി പിടിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഇത് ഞങ്ങൾക്ക് ഇപ്പോഴും അന്ന് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇവിടെ വന്നിരിക്കണം എന്നൊക്കെ. അത് ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്. എനിക്കതാണ് കേട്ടപ്പോൾ ആ വീഡിയോ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു. സാധാരണ ഞാൻ അവരുടെ വീഡിയോസ് കുറച്ചങ്ങനെ കണ്ട് പോവും എന്നല്ലാണ്ട്, പക്ഷെ ഇത് മൊത്തം ഇരുന്ന് കണ്ടു. അപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം അവരുടെ വീഡിയോ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അവർക്ക്. അപ്പോൾ മോസ്റ്റ്ലി അവരുടെ സബ്സ്ക്രൈബേഴ്സ് യങ് ജനറേഷനുള്ള ആൾക്കാരായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അവരെ കണ്ട് റോൾ മോഡലായിട്ട് അവർ ചെയ്യുന്ന പോലെ ചെയ്യാതെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സ്ഥലം വിസിറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ഒന്ന് രണ്ട് തവണ ആലോചിച്ചിട്ട് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വെറുതെ അവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്കും ചെയ്തുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ഒന്നും സംഭവിച്ചില്ല വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പം അത് കാരണം ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് ഇനി ഇവർ അമ്പലം പൂജ ഇവരിങ്ങനെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് രണ്ട് തവണ ആലോചിക്കുക. അല്ലെങ്കിൽ വീഡിയോനകത്ത് തന്നെ ജസ്റ്റ് ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയാം, ഞങ്ങളിങ്ങനെ ചെയ്തു, ഞങ്ങളെ പോലീസ് പൊക്കി, പക്ഷേ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങളിതേപോലെ അനുകരിക്കരുത്, അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ ഒരു വരും, കുറച്ചും കൂടെ നല്ല സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കും എന്നാണ് ആ ഒരു ഡിസ്ക്ലെയിമർ പറയുകയാണെങ്കിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ബൈ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.